നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വാഴനട്ട് പ്രതിഷേധിച്ചിട്ടും ഫലമില്ല. 3 പീടികയിൽ ഒടുവിൽ നാട്ടുകാർ തന്നെ സ്വന്തം പണം ചെലവഴിച്ച് കുഴികൾ നികത്തി റോഡ് നന്നാക്കാനിറങ്ങി. വലപ്പാട് ഗ്രാമപഞ്ചായത്തും CP മുഹമ്മദ് മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി വേൾഡ് കപ്പ് ബിഗ് സ്ക്രീൻ ലൈവ് ഷോ സംഘടിപ്പിച്ചു. താന്യം ഗ്രാമപഞ്ചായത്തിൽ തെരുവ് വിളക്കുകൾ കത്താത്തതിനെതിരെ വേറിട്ട പ്രതിഷേധ സമരവുമായി താന്യം മണ്ഡലം കോൺഗ്രസ്. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാത കച്ചേരിയിൽ ലോറിയും മിനി പിക്കപ്പും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. വാർത്തകൾ വിശദമായി. വാഴനട്ട് പ്രതിഷേധിച്ചിട്ടും ഫലമില്ല. 3 പീടികയിൽ ഒടുവിൽ നാട്ടുകാർ തന്നെ സ്വന്തം പണം ചെലവഴിച്ച് കുഴികൾ നികത്തി റോഡ് നന്നാക്കാനിറങ്ങി. കയ്പമംഗലം പഞ്ചായത്തിലെ 3 പീടിക ബീച്ച് റോഡ് സഞ്ചാരയോഗ്യമല്ലാതായിട്ട് മാസങ്ങളായി. റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് നിരവധി കുഴികൾ രൂപപ്പെട്ടതോടെ മഴവെള്ളം കെട്ടിനിൽക്കുകയും കാൽനട യാത്രയും വാഹനഗതാഗതവും ദുഷ്കരമാവുകയും ചെയ്തിരിക്കുകയാണ്. റോഡിന്റെ ശോചനീയാവസ്ഥ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനായി നേരത്തെ നാട്ടുകാർ റോഡിലെ വലിയ കുഴികളിൽ വാഴ നട്ട് പ്രതിഷേധം സംഘടിപ്പിക്കുകയും റോഡ് ഭാഗികമായി അടയ്ക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പ്രതിഷേധങ്ങൾക്കൊന്നും അധികൃതരുടെ ഭാഗത്തുനിന്ന് കാര്യമായ പ്രതികരണം ഉണ്ടായില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. തുടർന്ന് പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരം കാണുന്നതിനായി പ്രദേശവാസികൾ തന്നെ ഫണ്ട് സ്വരൂപിച്ച് കോറി വേസ്റ്റ് എത്തിച്ച് ചെറിയ കുഴികൾ താൽക്കാലികമായി നികത്തി. ബീച്ച് റോഡിലെ യൂണിയൻ പ്രവർത്തകരുടെ നാട്ടുകാരുടെയും സഹകരണത്തോടെയാണ് ഈ പ്രവർത്തനം നടത്തിയത്. എന്നാൽ കോറി വേസ്റ്റ് ഉപയോഗിച്ചുള്ള ഈ അറ്റകുറ്റപ്പണി താൽക്കാലിക പരിഹാരം മാത്രമാണെന്നും മഴ ശക്തമായാൽ വീണ്ടും റോഡ് തകരാൻ സാധ്യതയുണ്ടെന്നും പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടുന്നു. തീരദേശ മേഖലയിലെ പ്രധാന ഗതാഗത മാർഗങ്ങളിലൊന്നായ ഈ റോഡിന്റെ ശാശ്വത നവീകരണത്തിനായി പഞ്ചായത്ത് അടിയന്തരമായി ഫണ്ട് അനുവദിച്ച് പണി പൂർത്തീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നാട്ടുകാരെ, നമ്മൾക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ മൂന്നൂരിയ ബീച്ച് റോഡിൻ്റെ അവസ്ഥ. വർഷങ്ങളായി പൊളിഞ്ഞു കിടക്കുന്ന റോഡ് ജനങ്ങൾക്ക് താൽക്കാലികമായി സഞ്ചാരയോഗ്യമാക്കുന്നതിന് വേണ്ടിൻ്റെ ഭാഗമായിട്ടാണ് നാട്ടുകാരുടെ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഈ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളിൽ ഈ ശോചനീയ അവസ്ഥ മാറുന്നതിന് വേണ്ടി താൽക്കാലികമായിട്ട് 3 ഭാഗങ്ങളിലായി ഇന്നലെ മുതൽ ഈ നാട്ടുകാരുടെ സഹായം കൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള കല്ലുകൾ കോറി വേസ്റ്റ് മടിച്ച് ഈ റോഡ് നികത്തുന്നത്. ഇതൊരു പഞ്ചായത്തിനോടും ഇവിടുത്തെ വാർഡിനോടുള്ള ഒരു പ്രതിഷേധമായിട്ടാണ് ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളാണ് ഈ റോഡ് സംരക്ഷണ സമിതിയും തീരദേശ. താന്യം ഗ്രാമപഞ്ചായത്തിൽ തെരുവ് വിളക്കുകൾ കത്താത്തതിനെതിരെ വേറിട്ട പ്രതിഷേധ സമരവുമായി താന്യം മണ്ഡലം കോൺഗ്രസ്. താന്യം ഗ്രാമപഞ്ചായത്തിലെ 19 വാർഡുകളിലും കേടുവന്ന തെരുവിളക്ക് കത്തിക്കാത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് വാർഡ് മെമ്പർ മിനി ജോസ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടത്തിയ നിൽപ്പു പ്രതിഷേധ സമരത്തിന് താന്യം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഐക്യദാർഢ്യം നേർന്നു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ആൻഡോ തൊറയൻ റാന്തൽ വിളക്ക് കത്തിച്ച് വാർഡ് മെമ്പർ മിനി ജോസിന് നൽകി പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. കാലവർഷം ശക്തമായിരിക്കെ റോഡുകളിൽ തെരുവിളക്ക് ഇല്ലാത്തതിനാൽ ഏറെ ബുദ്ധിമുട്ടുന്ന ജനങ്ങൾക്ക് എത്രയും വേഗം ലൈറ്റ് കത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും അല്ലാത്ത പക്ഷം ശക്തമായ സമരപരിപാടികൾ തുടങ്ങുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ട്രഷറർ ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ MK ചന്ദ്രൻ, നിസാർ കുമ്മങ്കണ്ടത്ത്, സുനിൽ വള്ളിയിൽ, രേണുക റിജു എന്നിവർ സംസാരിച്ചു. 19 വാർഡുകളിലും കഴിഞ്ഞ ഭരണസമിതി വന്നതിന് ശേഷം സ്ട്രീറ്റ് ലൈറ്റിൻ്റെ റിപ്പയറിങ്ങോ അല്ലെങ്കിൽ അത് നന്നാക്കാനോ തയ്യാറായിട്ടില്ല. നമുക്കറിയാം, ഈ കഴിഞ്ഞ വർഷക്കാലം, ഈ വരുന്ന വർഷക്കാലം നമുക്ക് സാധാരണക്കാരായ ആളുകൾക്ക് നടന്നു പോകാൻ സാധിക്കാത്ത രീതിയിലാണ്, അല്ലെങ്കിൽ വെളിച്ചമില്ലാത്ത രീതിയിലാണ് നമ്മുടെ ഈ താന്യം പഞ്ചായത്ത് ഇരുട്ടിലാണെന്ന് തന്നെ പറയാം. അപ്പോൾ ഇതിനെതിരെ നമ്മൾ വന്നിവിടെ ചോദിച്ചപ്പോൾ ഇത് കോൺട്രാക്ടർമാർക്ക് പൈസ കിട്ടാത്തത് കൊണ്ടാണ് അത് ചെയ്യാത്തതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം LDF സർക്കാർ അനുവദിക്കാത്ത പ്ലാൻ ഫണ്ട് 33% അനുവദിച്ചു കൊടുക്കേണ്ട പ്ലാൻ ഫണ്ട് അനുവദിക്കാത്തതിൻ്റെ ഒരു കുറവാണ് ഇന്നിവിടെ എല്ലാ പഞ്ചായത്തുകളും, ഈ പഞ്ചായത്ത് മാത്രമല്ല. പക്ഷേ അത് ഈ വരുന്ന പുതിയ ഗവൺമെൻറ്റിൻ്റെ തലയിൽ കെട്ടിവയ്ക്കാനുള്ള നീക്കമാണ് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഞങ്ങൾ തുടർന്നുണ്ട്. ഇതൊരു സൂചന മാത്രമാണ്. നമുക്കറിയാം, ഇവിടെ പഞ്ചായത്ത് മെമ്പർ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ UDFിൻ്റെ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള മിനി ജോസ്
ഇന്നിവിടെ നിൽപ്പ് സമരം നടത്തുകയാണ്. കാരണം ഇത് ഇവിടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ജനങ്ങളുടെ അവകാശങ്ങൾക്ക് നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ് ഇന്നൊരു പഞ്ചായത്ത് മെമ്പർ അദ്ദേഹത്തിൻ്റെ ആ നിൽപ്പ് സമരമായി മുന്നോട്ട് വരുന്നത്. വലപ്പാട് ഗ്രാമപഞ്ചായത്തും CP മുഹമ്മദ് മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി വേൾഡ് കപ്പ് ബിഗ് സ്ക്രീൻ ലൈവ് ഷോ സംഘടിപ്പിച്ചു. ചന്തപ്പടി കഴിമ്പ്രം വിജയൻ സ്മാരക ഓപ്പൺ ഓഡിറ്റോറിയത്തിലാണ് ലൈവ് ഷോയുടെ ഉദ്ഘാടനം നാട്യ നിയോജക മണ്ഡലം MLA ഗീതാ ഗോപി നിർവഹിച്ചു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മോഹനൻ അധ്യക്ഷത വഹിച്ചു. CP മുഹമ്മദ് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ CP സാലി മുഖ്യാതിഥിയായിരുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PS ഷാജി, സുമേഷ് പാനാട്ടിൽ, രശ്മി ഷിജോ എന്നിവർ സംസാരിച്ചു. വൈസ് പ്രസിഡന്റ് ഗേളി ഷാജി സ്വാഗതം പറഞ്ഞ ചടങ്ങിന് വേണു നന്ദി പറഞ്ഞു. തീർച്ചയായിട്ടും നമ്മുടെ മേഖലയിൽ ഇത്രമാത്രം സൗകര്യം ഒരുക്കാൻ വലപ്പാട് ഗ്രാമപഞ്ചായത്ത് താല്പര്യമെടുത്തപ്പോൾ ആ പഞ്ചായത്തിനൊപ്പം നിൽക്കാൻ മനസാക്ഷിത്വം അതൊക്കെ ഒരു കായിക താരങ്ങൾക്കും കായിക പ്രേമികൾക്കും അതിൽ താല്പര്യമുള്ളവർക്ക് മാത്രമാണ് അതിനെ കഴിയുന്നത്. ഞാൻ നീട്ടുന്നില്ല. തീരദേശ മേഖലയിലെ മണപ്പുറത്തെ സാധാരണക്കാരായ കുടുംബങ്ങൾക്ക്, ഏറ്റവും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക്, ഇപ്പോൾ അധികമായി കണ്ടുവരുന്ന ക്യാൻസർ, കിഡ്നി ഫെയിൽ ചെയ്ത് പോകുന്ന രോഗം, അതിനോടനുബന്ധിച്ച് വരുന്ന ഡയാലിസിസ്, എത്രമാത്രം ജില്ലാ ഹോസ്പിറ്റലുകളിലും മെഡിക്കൽ കോളേജിലും ഒരു ഡയാലിസിസിന് വേണ്ടി. വലപ്പാട് ഫുട്ബോൾ അസോസിയേഷന്റെ നേതൃത്വത്തിൽ വലപ്പാട് സ്കൂൾ ഗ്രൗണ്ടിൽ ലോകകപ്പ് മത്സരങ്ങൾ കാണുവാനായി ബിഗ് സ്ക്രീൻ പ്രദർശനം തുടങ്ങി. MLA ഗീതാ ഗോപി ബിഗ് സ്ക്രീനിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. VFA പ്രസിഡന്റ് OK പ്രദീപ് അധ്യക്ഷനായി. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK മോഹനൻ മാസ്റ്റർ മുഖ്യാതിഥിയായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷാമില സലീം, ഗ്രാമപഞ്ചായത്ത് അംഗം തുളസി സന്തോഷ്, PB കൃഷ്ണകുമാർ, TR കരുണാകരൻ, TD പ്രേംദാസ് എന്നിവർ സംസാരിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് താന്യം മണ്ഡലം 12ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദന സദസ്സ് നടത്തി. ഈ വർഷം SSLC+2 പരീക്ഷയിൽ ഫുൾ A+ നേടിയവരെയും വിജയിച്ചവരെയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും അനുമോദിച്ചു. താന്യം തോട്ടൻചിറ മഹല്ല് ദാറുസലാം മദ്രസ അങ്കണത്തിൽ നടന്ന അനുമോദന സദസ്സ് ചേർപ്പ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷൈജു സായിറാം ഉദ്ഘാടനം ചെയ്തു. സിദ്ദിഖ് കൊളത്തേക്കാട്ട് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ആൻഡോ തൊറയൻ മുഖ്യാതിഥിയായിരുന്നു. റഷീദ് EH, അബ്ദുലു, ബഷീർ ശാന്തിപുരത്ത്, സുബ്രൻ പട്ടത്ത്, മുതിർന്ന കോൺഗ്രസ് നേതാവ് ബുഹാരി, നസീർ എന്നിവർ പ്രസംഗിച്ചു. ചടങ്ങിൽ കാവുങ്ങൽ ബ്രദേഴ്സ്, സുൽഫിക്കർ അസീസ്, മുഹമ്മദ് ഫർഹാൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. അജയൻ പറവത്ത്, ഷൗക്കത്ത് അലി, കുഞ്ഞിപ്പാലു എന്നിവർ നേതൃത്വം നൽകി. പ്രവൃത്തിയിലൂടെ ജീവകാരുണ്യം അല്ലെങ്കിൽ എങ്ങനെ നടത്താമെന്ന് കാണിച്ചു തന്ന ഒരാളാണ് ഷൈജു സൈറാം. നിങ്ങൾ കേട്ട് കാണും, തൻ്റെ വീട്ടിലേക്ക് കിഡ്നി രോഗവുമായി ബന്ധപ്പെട്ട് പിരിവിൽ വന്ന അവരോട് എൻ്റെ ബ്ലഡ് മാച്ചാവുമെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ കിഡ്നി നിങ്ങൾക്ക് മാച്ചാവുമെങ്കിൽ ഞാൻ എൻ്റെ കിഡ്നി പകുത്ത് തരാമെന്ന് പറഞ്ഞ്, ആ പറയലല്ല, അത് പകുത്ത് അന്തിക്കാടുള്ള ഒരു സുഹൃത്തിന് കൊടുത്ത് അദ്ദേഹം സുഖമായി ജീവിക്കുന്നു എന്ന് നമ്മളിലൂടെ ഇന്നിപ്പോൾ നമ്മുടെ മുന്നിലിരിക്കുന്ന ഷൈജും വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോകാൻ. അപ്പോൾ ഒരു നല്ല കയ്യടി കൊടുക്കാൻ നമുക്ക്, കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാത കേച്ചേരിയിൽ ലോറിയും മിനി പിക്കപ്പും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. ആനക്കല്ല് സ്വദേശി 35 വയസ്സുള്ള നിതിനാണ് മരിച്ചത്. രാവിലെയായിരുന്നു അപകടം. നിയന്ത്രണം വിട്ട ലോറിയിൽ മിനി പിക്കപ്പും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പിക്കപ്പിലും ലോറിയിലും ഉണ്ടായിരുന്ന 7 പേർക്ക് പരിക്കേറ്റു. ആനക്കല്ല് സ്വദേശി ജയൻ, വെങ്ങണിശ്ശേരി സ്വദേശി അരുൺ, ചൊവ്വന്നൂർ സ്വദേശി ശ്യാം, കേച്ചേരി സ്വദേശി പ്രദീപ്, അവണിശ്ശേരി സ്വദേശി പ്രദീപ് എന്നിവർക്കാണ് പരിക്കേറ്റത്. കുന്നംകുളം അഗ്നിശമന സേനയും പ്രദേശവാസികളും ചേർന്ന് വാഹനം വെട്ടിപ്പൊളിച്ചാണ് ഉള്ളിൽ കുടുങ്ങിയവരെ പുറത്തെടുത്തത്. ഇരുവാഹനങ്ങളും പൂർണ്ണമായും തകർന്നു. കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ രോഗിക്ക് മതിയായ ചികിത്സ നൽകിയില്ലെന്ന് ആരോപണം. വെള്ളിയാഴ്ച രാവിലെ 6 മണിയോടെ കഠിനമായ വയറുവേദനയുമായി ആശുപത്രിയിലെത്തിയ യുവതിക്ക് അടിയന്തര ചികിത്സ നൽകാൻ ആശുപത്രി അധികൃതർ തയ്യാറായില്ലെന്നാണ് ആരോപണം. 7:45 ആരംഭിക്കുന്ന OP വിഭാഗത്തിൽ ചികിത്സ തേടാൻ ആയിരുന്ന ആശുപത്രി അധികൃതരുടെ നിർദ്ദേശം. ഇതേസമയം സ്ഥലത്തുണ്ടായിരുന്ന ഇടവലങ്ങ പഞ്ചായത്ത് മുൻ മെമ്പറും പൊതുപ്രവർത്തകനുമായ MG അനിൽകുമാർ ആശുപത്രി അധികൃതരുടെ നിലപാടിനെ ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് രോഗിക്ക് ചികിത്സ ലഭിച്ചത്. അടിയന്തര സാഹചര്യങ്ങളിൽ രോഗികളെ കൈയൊഴിയുന്ന ആശുപത്രി അധികൃതരുടെ നിലപാടിനെതിരെ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. ഒരു ഇടവേളയ്ക്ക് ശേഷം വാർത്താ നേരം തുടരും.
നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 23 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES affiliated to Calicut University, approved by Government of Kerala, AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA കോഴ്സുകളോടൊപ്പം ഈ അധ്യയന വർഷം മുതൽ ഡിഗ്രിക്കൊപ്പം പ്രൊഫഷണൽ സ്കിൽസും ജോലിയും നേടാൻ സാധിക്കുന്ന ആഡ് ഓൺ കോഴ്സുകൾ ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, സൈബർ സെക്യൂരിറ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, എത്തിക്കൽ ഹാക്കിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നിവ നാട്ടികയുടെ മണപ്പുറത്തിൽ NES കോളേജിൽ മാത്രം. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. ഫോൺ 9745782120 048724022020. വാർത്താ നേരം തുടരുന്നു. ചൂണ്ടൽ വെട്ടുകാട് ആശാൻപടിയിൽ സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച് 15ഓളം പേർക്ക് പരിക്കേറ്റു. തൃശൂർ കുന്നംകുളം റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളാണ് അപകടത്തിൽപ്പെട്ടത്. വെട്ടുകാട് ആശാരിപ്പടി വഴി ചൂണ്ടലിലേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസ്സും എതിർദിശയിൽ വരികയായിരുന്ന സ്വകാര്യ ബസ്സും തമ്മിൽ ആശാരിപ്പടിയിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. പരിക്കേറ്റവരെ ചൂണ്ടലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മുള്ളൂർക്കര കണ്ണമ്പാറയിൽ തെരുവുനായയുടെ ആക്രമണത്തിൽ 5 പേർക്ക് കടിയേറ്റു. പരിക്കേറ്റവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ദിവസമാണ് 5 പേരെയും വീട്ടിൽ കയറി തെരുവുനായ ആക്രമിച്ചത്. കുന്നത്ത് പീടികയിൽ സുഹൈനത്ത്, ചെരുവിൽ വീട്ടിൽ സത്യവതി, കൊടുകപ്പറമ്പിൽ വീട്ടിൽ ഉമ്മർ, വലിപ്പറമ്പിൽ വീട്ടിൽ അശോകൻ, മങ്ങാട്ട് ഞാലിൽ വീട്ടിൽ ഗോപാലൻ എന്നിവരെയാണ് തെരുവുനായ ആക്രമിച്ചത്. സുഹൈനത്തിന്റെ പരിക്ക് സാരമുള്ളതാണ്. മേഖലയിൽ തെരുവുനായ്ക്കളുടെ ആക്രമണം പതിവാണ്. 2 ആഴ്ച മുമ്പ് വീട്ടമ്മയെയും വളർത്തുമൃഗങ്ങളെയും തെരുവുനായ ആക്രമിച്ചിരുന്നു. തെരുവുനായ്ക്കളെ പിടികൂടുന്നതിന് പഞ്ചായത്ത് അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. മാള അണ്ണല്ലൂരിൽ 3 പേരെ കടിച്ച തെരുവുനായ ചത്തു. മാള ബ്ലോക്ക് വെറ്റിനറി ആശുപത്രിയിലെ കൂടിനുള്ളിൽ നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന നായയാണ് ചത്തത്. നായയെ മണ്ണുത്തി വെറ്റിനറി കോളേജിൽ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കി പരിശോധിച്ചാൽ മാത്രമേ വിഷബാധയുണ്ടോയെന്ന് കണ്ടെത്താൻ കഴിയൂ. മാള പഞ്ചായത്താണ് തുടർ നടപടികൾക്കായി നായയെ മണ്ണുത്തിയിലേക്ക് കൊണ്ടുപോകുന്നത്. ഓട്ടുപാറയിൽ JCB കയറ്റിയ ലോറി മദ്യലഹരിയിൽ അശ്രദ്ധമായി ഓടിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ഡ്രൈവർ വടക്കാഞ്ചേരി പോലീസിന്റെ പിടിയിൽ. മരത്താക്കര സ്വദേശി പ്രിൻസാണ് പിടിയിലായത്. വാടാനി ഭാഗത്തു നിന്നും എരുമങ്ങാട് ഗേറ്റ് കടന്നെത്തിയ ലോറി ഗേറ്റ് കടന്നെത്തിയ ശേഷം റോഡിന്റെ ഇടതുവശത്ത് പാർക്ക് ചെയ്തിരുന്ന ബൈക്കിൽ ഇടിക്കുകയും സമീപത്തെ വൈദ്യുതി ട്രാൻസ്ഫോമറിന്റെ വശത്തേക്ക് അപകടകരമായി ചരിയുകയുമായിരുന്നു. മദ്യലഹരിയിലായിരുന്ന ഡ്രൈവർക്ക് വാഹനം മുന്നോട്ടെടുക്കാൻ സാധിക്കാതെ വന്നതോടെ നാട്ടുകാർ ഇടപെട്ട് ലോറി തടയുകയും പോലീസിന് വിവരമറിയിക്കുകയും ചെയ്തു. തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിൽ ഡ്രൈവർ അമിതമായി മദ്യപിച്ചതായി കണ്ടെത്തി. റെയിൽവേ ഗേറ്റ് അടച്ചു തുറക്കുമ്പോൾ ഏറെ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്ന പ്രദേശത്ത് 1 മണിക്കൂറിലേറെ ലോറി കുടുങ്ങിക്കിടന്നത് യാത്രക്കാരെ ദുരിതത്തിലാക്കി. മറ്റൊരു ഡ്രൈവറെ എത്തിച്ചാണ് ലോറി പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയത്. പ്രതിക്കെതിരെ വടക്കാഞ്ചേരി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. വാഹനാപകടത്തിൽ ഇരിങ്ങാലക്കുട ടൗൺ സഹകരണ ബാങ്ക് ജീവനക്കാരനായ യുവാവ് മരിച്ചു. ഇരിങ്ങാലക്കുട ഗാന്ധിഗ്രാം സ്വദേശി കാരിപ്പള്ളി വീട്ടിൽ ബാസി മകൻ 29 വയസ്സുള്ള ശ്രീരാജാണ് മരിച്ചത്. പുലർച്ചെ 4:30 തമിഴ്നാട്ടിലെ ഈറോഡിന് സമീപമുള്ള പെരുമണന്തൂരിലാണ് അപകടം. ബാംഗ്ലൂരിലുള്ള സുഹൃത്തിനെ കാണാൻ ബൈക്കിൽ പോകുമ്പോൾ എതിരെ വന്ന ലോറിയുമായി കൂട്ടിയിടിച്ചാണ് അപകടം നടന്നത്. ഭാര്യയെ മർദ്ദിച്ചു എന്ന പരാതിയിൽ BJP സൗത്ത് ജില്ലാ പ്രസിഡന്റ് AR ശ്രീകുമാറിനെതിരെ മതിലകം പോലീസ് കേസെടുത്തു. ഭാര്യ പ്രിയങ്കയാണ് പോലീസിൽ പരാതി നൽകിയത്. കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രിയാണ് സംഭവം. മർദ്ദനമേറ്റ ഇവർ കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ കണിമംഗലം ഓവർബ്രിഡ്ജിനു സമീപം അപകടകരമായ രീതിയിൽ സർവീസ് നടത്തിയ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സിനെതിരെ നടപടിയെടുത്ത് മോട്ടോർ വാഹന വകുപ്പ്. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലോടുന്ന മഹാദേവ ബസ്സിലെ ഡ്രൈവർക്കെതിരെയാണ് നടപടിയെടുത്തത്. സ്കൂൾ ബസ് ഉൾപ്പെടെ മറ്റു വാഹനങ്ങൾക്ക് ഇടം കൊടുക്കാതെ ബസ് സർവീസ് നടത്തിയ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നതിനെ തുടർന്നാണ് നടപടി. എൻഫോഴ്സ്മെന്റ് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയ ഡ്രൈവറിൽ നിന്ന് അശ്രദ്ധമായി വാഹനം ഓടിക്കില്ലെന്ന് എഴുതി വാങ്ങിച്ചു. 2000 രൂപ പിഴയും ഈടാക്കി. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ PV ബിജുവിന്റെ നേതൃത്വത്തിലാണ് നടപടിയെടുത്തത്. മാള കുഴൂരിൽ മത്സ്യം വളർത്തുന്ന കുളത്തിൽ തൊഴിലാളി മുങ്ങി മരിച്ചു.
ഐരാണികുളം സ്വദേശി കുരിക്കൽ 63 വയസ്സുള്ള ചന്ദ്രനാണ് മരിച്ചത്. കാച്ചപ്പള്ളി ബേബിയുടെ പറമ്പിലെ പണിക്ക് എത്തിയതായിരുന്നു. മണ്ണ് കൊണ്ടുപോകുന്ന ചക്രമുള്ള വണ്ടിയും കുളത്തിലേക്ക് മറിഞ്ഞു വീണിരുന്നു. സ്കൂൾ കുട്ടികളെയും യുവാക്കളെയും ലക്ഷ്യമിട്ട് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച നിരോധിത പുകയില ഉൽപ്പന്ന ശേഖരവുമായി മധ്യവയസ്കൻ പിടിയിലായി. കല്ലേറ്റുങ്കര വല്ലക്കുന്ന് സ്വദേശി പായുമൽ വീട്ടിൽ ജോബിയെയാണ് ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ അയ്യമ്പുഴയിൽ പൈനാപ്പിൾ തോട്ടത്തിൽ നിന്നും രാജവെമ്പാലയെ പിടികൂടി. വനം വകുപ്പ് RTT സംഘം പിടികൂടിയ പാമ്പിനെ പിന്നീട് ഉൾക്കാട്ടിൽ വിട്ടു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വാഴ നട്ട് പ്രതിഷേധിച്ചിട്ടും ഫലമില്ല. 3 പീടികയിൽ ഒടുവിൽ നാട്ടുകാർ തന്നെ സ്വന്തം പണം ചെലവഴിച്ച് കുഴികൾ നികത്തി റോഡ് നന്നാക്കാൻ ഇറങ്ങി. വലപ്പാട് ഗ്രാമപഞ്ചായത്തും CP മുഹമ്മദ് മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി വേൾഡ് കപ്പ് ബിഗ് സ്ക്രീൻ ലൈവ് ഷോ സംഘടിപ്പിച്ചു. താന്യം ഗ്രാമപഞ്ചായത്തിൽ തെരുവ് വിളക്കുകൾ കത്താത്തതിനെതിരെ വേറിട്ട പ്രതിഷേധ സമരവുമായി താന്യം മണ്ഡലം കോൺഗ്രസ്. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാത കച്ചേരിയിൽ ലോറിയും മിനി പിക്കപ്പും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.